പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠകരമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയിൽ കൂടി നടത്തപ്പെടുന്ന ഈ ഫേസ്ബുക്കിൽ കൂടി നടത്തപ്പെടുന്ന ഈ ബൈബിൾ ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ഈ ലൈവിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പിതാവേ, ദൈവവചനമായി അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ കൃപ തന്നതിനായി സ്തോത്രം. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. ഈ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിനെ കുടുംബമായി ഓർക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൃപ കൂടിയിരിക്കണം. രോഗികളായി ഭാരപ്പെട്ട ആരെങ്കിലും ഈ ലൈവ് ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ അവരെ സൗഖ്യമാക്കണം, വിടുവിക്കണം, സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തിജീവന ഹൃദയത്തിൽ ആശ്വാസമായി തീരുവാൻ സ്വർഗമിടയാക്കണം. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 5-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷമാണ്? രാജഭൃത്യൻ്റെ പൈതലിൻ്റെ സൗഖ്യത്തിനു ശേഷം കർത്താവ് എന്തു ചെയ്തു? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ അജകവാടത്തിനരികിൽ ബെഥെസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം കുളത്തിലിറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ന 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 47 വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിലുള്ളത്. 1 മുതൽ 47. അതിൻ്റെ 2 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ബെഥെസ്ത കുളക്കരയിലെ ആ രോഗിയെ സൗഖ്യമാക്കിയതും അവൻ കിടക്കയെടുത്ത് പോയതുമായ കാര്യങ്ങളാണ് 2 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 17 മുതൽ ദൈവത്തോട് സമനായ യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നു? 29 വാക്യം വരെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 30 മുതൽ 47 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവിന്
സാക്ഷികളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്, യഹൂദന്മാരുടെ ഉത്സവം, യഹൂദന്മാർക്ക് 7 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. 7 പെരുന്നാളുകളെ കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. പെരുന്നാളുകൾ എന്ന് നമുക്കതിനെ വിളിക്കാം. ഒന്നാമത്തേത് പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ, 4 പെന്തക്കോസ്ത് പെരുന്നാൾ, 5 കാഹളങ്ങളുടെ പെരുന്നാൾ, 6 പാപപരിഹാര പെരുന്നാൾ, 7 കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകൾ യഹൂദന്മാർ ആചരിച്ച് പോന്നു. സ്തോത്രം. ഈ പെരുന്നാളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെയും യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളാണ് ഈ പെരുന്നാളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീർന്നത്. അതിൽ ഒന്നാമത്തെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മൾ പെസഹയെക്കുറിച്ച് കാണുന്നത്. എന്താണെന്ന് നമുക്കറിയാം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിച്ച അനന്തരം എന്ത് ചെയ്തു? ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക്, ദൈവത്തെ ആരാധിപ്പാൻ വാഗ്ദത്ത ദേശത്തേക്കുള്ള പുറപ്പെടൽ ആണ് പെസഹ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അത് പെസഹ പ്രാവചനികമായ അല്ലെങ്കിൽ ഒരു പ്രവചനമായിരുന്നു. ഭാവിയിൽ നടക്കേണ്ട ഒരു കുഞ്ഞാടിൻ്റെ യാഗം. അതാരാണ് ആ കുഞ്ഞാട്? കർത്താവായ യേശുക്രിസ്തുവാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ലീഗ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിലാണ് തോന്നുന്നു താൻ അവിടെ രേഖപ്പെടുത്തുന്നു. 5-ന്റെ 7-ാമത്തെ വാക്യത്തിൽ, 1 കൊരിന്ത്യർ ലേഖനം 5-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തുയേശു തന്നെ. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിൽ പെസഹ എന്ന് പറയുന്നത്. ആ പെസഹ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം ഭക്ഷിച്ചു. അത് ഭാവിയിൽ സംഭവിക്കേണ്ടതായിരുന്നു. പെസഹ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് പെസഹ നൽകുന്ന സന്ദേശം. അല്ലെങ്കിൽ പെസഹ പെരുന്നാൾ നൽകുന്ന സന്ദേശം ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു എന്നുള്ളതാണ്. ഈ പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആദ്യഫല പെരുന്നാളും പെന്തക്കോസ്ത പെരുന്നാളും ഇവയെല്ലാം ദൈവം നിശ്ചയിച്ച സമയത്താണ് ഇവയെല്ലാം സംഭവിക്കുവാനിടയായി. യാദൃച്ഛികമായ കാര്യങ്ങളല്ല ഇവയൊന്നും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ പെരുന്നാളുകളെല്ലാം നിറവേറിയ പെരുന്നാളുകളുണ്ട്, നിറവേറാത്ത പെരുന്നാളുകളുമുണ്ട്. പെസഹ പെരുന്നാൾ നിറവേറി, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിറവേറി, ആദ്യഫല പെരുന്നാൾ നിറവേറി, പെന്തക്കോസ്ത പെരുന്നാൾ നിറവേറി, കാഹളങ്ങളുടെ പെരുന്നാൾ നിറവേറിയില്ല, കൂടാര പെരുന്നാൾ എന്ത് ചെയ്തിട്ടില്ല? നിറവേറിയിട്ടില്ല. ഈ പെരുന്നാളുകൾ ഇനി ഭാവിയിൽ എന്ത് ചെയ്യും? സംഭവിക്കുവാൻ പോകുന്നതാണ്. അപ്പോൾ പെസഹ പെരുന്നാൾ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടെ ആ പെരുന്നാൾ എന്ത് ചെയ്തു? നിറവേറുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടെ പെസഹ പെരുന്നാൾ എന്ത് ചെയ്തു? നിറവേറി. യേശു ക്രിസ്തു മരിച്ചത് എല്ലാവരും പറയുന്നു, യേശു ക്രിസ്തു മരിച്ചത് വെള്ളിയാഴ്ചയാണെന്നാണ് സകലരും പറയുന്നത്. കത്തോലിക്ക പഠിപ്പീരനുസരിച്ച് വെള്ളിയാഴ്ച യേശു ക്രിസ്തു മരിച്ചു. വേദപുസ്തകം പഠിക്കാത്ത പെന്തിക്കോസുകാരും അത് തന്നെ ആവർത്തിച്ചു. യേശു ക്രിസ്തു വെള്ളിയാഴ്ച മരിച്ചു. യേശു ക്രിസ്തു വെള്ളിയാഴ്ചയാണ് മരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ അപ്രാവചനികമായിരിക്കുന്ന ആ പ്രവചനത്തിന് തെറ്റു സംഭവിക്കേണ്ടതായി, തെറ്റു പറ്റേണ്ടതായിട്ട് വരും. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് പെസഹ വ്യാഴാഴ്ചയാണെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അറുക്കപ്പെട്ടതും യേശുക്രിസ്തു മരിച്ചതും യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയതും പെസഹ ദിവസമായിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തം പെസഹായുടെ അന്നായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടാണ്. പെസഹായ്ക്ക് കർത്താവായ യേശുക്രിസ്തു മരിക്കുകയും മൂന്നാം ദിവസം കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റത് എപ്പോഴാണ്? പഴയ നിയമത്തിൽ പുരോഹിതൻ പെസഹ കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആദ്യഫലങ്ങളുടെ കറ്റ നീരാജനം ചെയ്യും, ദൈവസന്നിധിയിൽ സമർപ്പിക്കും, അർപ്പിക്കും. അത് പഴയ നിയമത്തിൽ പെസഹ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു പെസഹായ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം യേശുക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമത്തിൽ പുരോഹിതൻ ആദ്യഫലക്കറ്റ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നത് പോലെ ആ ഉത്സവം ആചരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ്. ആദ്യഫലമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ജനനമല്ല, ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ആദ്യഫലക്കറ്റ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. ആദ്യഫലക്കറ്റ. ഇസ്രായേൽ രാജ്യത്ത് അവർ ഗോതമ്പോ ബാർലിയോ വിതയ്ക്കും. വിതച്ച് കഴിയുമ്പോൾ ആദ്യഫലമായി ചില കറ്റകൾ എന്തു ചെയ്യും? കൊയ്ത്തിന് മുൻപേ വിളയും. കൊയ്ത്തിന് മുൻപേ അതെന്ത് ചെയ്യും? പാകമാകും. ആ പാകമായ കതിരാണ് എന്ത് ചെയ്യുന്നത്? കൊയ്തെടുത്തു കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതൻ അത് ദൈവസന്നിധി സമർപ്പിക്കുന്ന നീരാജനം ചെയ്യുന്നത്. അതിനുശേഷം 50 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൊയ്ത്തുത്സവം നടക്കുന്നത്. പെന്തക്കോസ്ത പെരുന്നാളിനോടനുബന്ധിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അതായത് കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? നടന്നു. അപ്പോൾ പെസഹ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെ പ്രാവചനികമായി പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അത് എന്ത് ചെയ്തു? ആ പ്രവചനം നിവർത്തിക്കപ്പെടുവാനിടയായി തീർന്നു. രണ്ടാമത്തത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ.
എന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നാം പാപപ്രവർത്തികൾ വിട്ട് ഓടിപ്പോകുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നാം എന്ത് ചെയ്യണം? പാപപ്രവർത്തികൾ വിട്ട് എന്ത് ചെയ്യണം? ഓടിപ്പോകുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിക്കുന്നത്. നാം ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ളതാണ് പുളിപ്പില്ലാത്ത അപ്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ നമുക്ക് ലഭിക്കപ്പെട്ട ആ നന്മകൾ, പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് ആ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച ഇസ്രായേലിന് ആമേൻ ലഭിച്ച നന്മകൾ, അവർക്കെന്താ ലഭിച്ചത്? പെസഹ മൂലം അടിമത്തത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള ഒരു വിടുതൽ ഇസ്രായേലിന് ലഭിക്കുവാനിടയായി തോന്നും. ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിടുതൽ ഇസ്രായേലിന് ലഭിച്ചു. അടിച്ചമർത്തലിൽ നിന്നുള്ള ഒരു വിടുതൽ ഇസ്രായേലിന് ലഭിച്ചു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു വാതിൽ എന്ത് ചെയ്തു? തുറക്കപ്പെട്ടു. 4 പരം കാര്യങ്ങളാണ് പെസഹ ആചരണത്തോടെ, പെസഹ ഭക്ഷണത്തോടെ, പെസഹ കഴിച്ചതോടെ, പെസഹ നടത്തിയതോടെ, പെസഹ ആചരിച്ചതോടെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച 4 പരം കാര്യങ്ങളാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാനിടയായി തീർന്നത്. അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ ഇസ്രായേലിന് ലഭിച്ചു പെസഹ ആചരണത്തിലൂടെ. അതുവരെ അവരാരായിരുന്നു? ഫറവോന്റെ അടിമകളായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിന് വിടുതൽ ലഭിച്ചത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനോടുകൂടിയാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ മരിച്ച യേശു ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ഗലാത്യ ലേഖനം 5:1 പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ നമ്മൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് എന്ത് ചെയ്തു? അടിമനുഖത്തിൽ നിന്നുള്ള മോചനം, അടിമത്വത്തിൽ നിന്നുള്ള മോചനം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. എങ്ങനെയാണ് അവൻ സ്വതന്ത്രരാക്കിയത്? അടിമനുഖത്തിലായിരുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന, പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന, രോഗത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന, ബന്ധനത്തിലായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ മരണത്തോടെ സ്വതന്ത്രമാക്കപ്പെടുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അടിമനുഖത്തിൽ നിന്നും, പിശാചിൻ്റെ അടിമനുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യമുണ്ട്. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിൻ്റെ
പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണത്താൽ നമുക്ക് ലഭിച്ചത് പിശാചിൻ്റെയും പാപത്തിൻ്റെയും ദുർമാർഗ ജീവിതത്തിൻ്റെയും പിടിയിൽ നിന്ന്, അടിമനുഖത്തിൽ നിന്നും ആ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. യേശു ക്രിസ്തുവിൽ കൂടി സ്വാതന്ത്ര്യം ലഭിച്ചവർ വീണ്ടും എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇന്ന് പലരും അടിമനുഖത്തിൽ എന്ത് ചെയ്യുക? കുടുങ്ങിക്കിടക്കുക. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, പിശാചിൻ്റെ, വെറിക്കൂത്തിൻ്റെ എല്ലാം അടിമനുഖത്തിൽ എന്ത് ചെയ്യുകയാണ്? കുടുങ്ങിക്കിടക്കുകയാണ്. ഒരിക്കൽ അവർ ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചു എങ്കിലും അതിനെ നിലനിർത്താൻ കഴിയാതെ, യേശുവിൻ്റെ സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ കഴിയാതെ പാപം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പിന്നെയും അവരെന്ത് ചെയ്തു? അടിമനുഖത്തിൽ ആണ്ടുപോയി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ്ടും അടിമനുഖത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ കൂടെ ഉള്ള സ്വാതന്ത്ര്യം വീണ്ടും പ്രാപിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, തെറ്റിപ്പോയി എന്നോ ആത്മാർത്ഥമായി പറയുവാൻ, മാനസാന്തരപ്പെടുവാൻ ഉള്ള ഒരവസരമായി ഈ അവസരം തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാരുടെ പെസഹ, യഹൂദന്മാരുടെ പെരുന്നാൾ അവർക്ക് ലഭ്യമായത്, ആ പെസഹ ആചരണത്തിലൂടെ അവർക്ക് ലഭ്യമായത് അടിമനുഖത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള ഒരു വിടുതലായിരുന്നു. അതുവരെയും ഇസ്രായേൽ ജനം എന്ത് ചെയ്യുകയായിരുന്നു? ഫറവോന്, മിസ്രൈമിന് അടിമവേല ചെയ്യുകയായിരുന്നു. അടിമവേല ചെയ്തിട്ട് അവർക്ക് എന്ത് ലഭിച്ചില്ല? ശമ്പളം ലഭിച്ചില്ല, സമ്പത്ത് ലഭിച്ചില്ല. അവർ അതികഠിനമായി എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെട്ടു. അതികഠിനമായി അവരെന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. എന്നാൽ പെസഹ ആചരണത്തിലൂടെ അവർ വിടിവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അടിമനുഖത്തിൽ നിന്നും വിടിവിക്കപ്പെട്ട് സമ്പത്തിലേക്ക് അവരെന്ത് ചെയ്തു? കാലെടുത്തു വെക്കുവാനിടയായി തീർന്നു. രണ്ടാമത്, ബന്ധനത്തിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിച്ചു. ബന്ധനത്തിൽ നിന്നും, ഫറവോന്റെ ബന്ധനത്തിൽ നിന്നും, ഫറവോന്റെ അടിമനുഖത്തിൽ നിന്നും ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായി തീർന്നു. അടിച്ചമർത്തലിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിച്ചു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള വാതിൽ എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. എങ്ങനെ? പെസഹ ആചരണത്തിലൂടെ അവർക്ക് വേണ്ടി ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ പെസഹ ആചരണത്തിലൂടെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ലഭിച്ചെങ്കിൽ, യേശു ക്രിസ്തു ആകുന്ന പെസഹ കുഞ്ഞാടിന്റെ മരണം ഏറ്റെടുക്കുന്ന, സ്വീകരിക്കുന്ന, ആ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനുള്ള ആ ഒരു അനുഭവമാണ് യേശുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ക്രിസ്തു യേശു തന്നെ ആ പെസഹ കുഞ്ഞാടിൻ്റെ യാഗമരണത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നാം എന്ത് ചെയ്യുകയാണ്? സ്വതന്ത്രമാക്കപ്പെടുകയാണ്. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുൻപേ എന്ത് ചെയ്യണമായിരുന്നു? പെസഹ കുഞ്ഞാടിനെ മാറ്റി നിർത്തണമായിരുന്നു. ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത ചെമ്മരിയാടോ കോലാടോ ആയിരിക്കണം. കാലൊടിഞ്ഞതിനെ സാധ്യമല്ല, ചെവി മുറിഞ്ഞതിനെ സാധ്യമല്ല. ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണം പെസഹായിക്ക് എന്ത് ചെയ്യേണ്ടത്? അറുക്കപ്പെടേണ്ടത്.
പെസഹ കുഞ്ഞാടിനെ മാറ്റി നിർത്തുമ്പോൾ തന്നെ അതിനെ എന്തു ചെയ്യും? പരിശോധിക്കും. പുരോഹിതന്മാരെന്തു ചെയ്യും? പരിശോധിക്കും. ഇസ്രായേൽ ജനം എന്തു ചെയ്യും? പരിശോധിക്കും. മൂപ്പന്മാരെന്തു ചെയ്യും? അതിനെ പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഒരു ഊനവും ഇല്ല എന്ന് എന്തു ചെയ്യും? പ്രഖ്യാപിക്കും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പെസഹ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം, അതിനെ പരിശോധിക്കണം. പെസഹ കുഞ്ഞാടിനെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ഊനമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? അറുക്കേണ്ടത്. ഊനമുള്ളതിനെ അറുക്കത്തില്ല, അതിനെ ആരും ഭക്ഷിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തു ചെയ്തു? പുരോഹിതന്മാർ പരിശോധിച്ചു. മത നേതാക്കന്മാർ എന്തു ചെയ്തു? അവനെ പരിശോധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തു ചെയ്തു? പരിശോധിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ കാവൽഭടന്മാരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. എന്ത് ചെയ്തു? ഒന്നാമത് യേശുവിനെ പിടിച്ചുകെട്ടി എവിടെയാ കൊണ്ടുപോയതെന്നറിയാമോ? പുരോഹിതന്മാരുടെ അടുക്കലാണ് കൊണ്ടുപോയത്. പുരോഹിതന്മാർ എന്തിനാ പുരോഹിതന്മാർ അടുക്കൽ കൊണ്ടുപോയത്? യേശു ക്രിസ്തു പെസഹ കുഞ്ഞാടാണ്. ആ പെസഹ കുഞ്ഞാടിനെ പുരോഹിതൻ എന്ത് ചെയ്യണം? പരിശോധിക്കണം. പുരോഹിതൻ യേശുവിനെ പരീക്ഷിച്ചിട്ട് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം? വിധിക്കണം. ഇവനിൽ എന്തില്ല? കുറ്റമില്ല എന്നെന്ത് ചെയ്യണം? വിധിക്കണം. അവർക്കാർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? യേശുവിൽ കുറ്റം ചാർത്തുവാൻ കഴിഞ്ഞില്ല. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 26-ന്റെ 57. ന്റെ 57-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചുകൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. ആദ്യമേ എന്തു ചെയ്തു? മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷികളെ അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. കള്ളസാക്ഷികൾ പലരും വന്നിട്ട് എന്ത് ചെയ്തില്ല? യേശുവിൽ കുറ്റമാരോപിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് അവിടെ തെളിയുന്നത്? യേശുവിനെ പുരോഹിതന്മാർ പരീക്ഷിച്ചു, പരിശോധിച്ചു. പെസഹ കുഞ്ഞാടിനെ ഇസ്രായേൽ ജനം പരിശോധിച്ച് ഊനമുണ്ടോ എന്ന് നോക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെയും പരിശോധിക്കേണ്ടിയിരുന്നു. അവനിൽ ഊനമില്ലാതിരിക്കണം. എങ്കിൽ മാത്രമേ അവനെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? യാഗമാക്കുവാൻ, ക്രൂശിക്കാൻ കഴിയുള്ളൂ. കാരണം അവൻ പെസഹ കുഞ്ഞാടാണ്. പെസഹ കുഞ്ഞാടിന് എന്ത് പാടില്ല? ഊനം പാടില്ല. അതുകൊണ്ട് ഒന്നാമത് മത പുരോഹിതന്മാർ യേശുവിനെ പരിശോധിച്ചു. അവർക്ക് കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പലരും യേശുവിന്റെ മേൽ എന്ത് ചെയ്തു? കുറ്റം ആരോപിച്ചു. പക്ഷെ അതൊന്നും എന്തു ചെയ്യുന്നില്ല? തെളിയിക്കപ്പെട്ടില്ല, തെളിയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭരണാധിപന്മാർ പരിശോധിച്ച് കുറ്റം കാണാതെ യേശുവിനെ എന്ത് ചെയ്തു? രാജാവിന്റെ അടുക്കൽ അയച്ചു, ഭരണാധിപന്റെ അടുക്കൽ അയച്ചു. മതപുരോഹിതന്മാർക്ക് യേശുവിൽ കുറ്റം ചാർത്താൻ കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ന്റെ 12. അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? അവർ
പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ്. പീലാത്തോസിനും അവനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? കുറ്റം ചാർത്താൻ കഴിഞ്ഞില്ല. 18-ാം അധ്യായം 12-ാമത്തെ വാക്യം. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ കാവൽഭടന്മാരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. രണ്ടാമത് എവിടെ കൊണ്ടുപോയി? പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ന്യായാസന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. 27-ാമത്തെ വാക്യം. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ന്യായാസന മണ്ഡപത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്ന് ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കുറ്റക്കാരൻ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണപ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. പീലാത്തോസ് എന്ത് ചെയ്യുകയാണ്? അവനെ വിസ്തരിച്ചു. പക്ഷേ പീലാത്തോസിനും അവനിൽ കുറ്റം ചാർത്തുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് എന്ത് ചെയ്തു? വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് എന്ത് ചെയ്തു? പറഞ്ഞു. 19-ാം അധ്യായം. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കലിതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അവനിലൊരു കുറ്റവും ഇല്ല എന്ന് എന്ത് ചെയ്തു? പീലാത്തോസ് എന്ത് ചെയ്തു? വിധിച്ചു. മതപുരോഹിതന്മാർ യേശുവിനെ പരിശോധിച്ചു. ഒരു കുറ്റവും ഇല്ല എന്ന് അവർ വിധിച്ചു. അവർക്ക് അവന്റെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിഞ്ഞില്ല. ഭരണാധികാരികൾ യേശുവിനെ പരിശോധിച്ചു. അവർ വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഒരു ഊനവും ഇല്ല, ഇവനിൽ ഒരു കുറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറ്റമില്ലാത്ത, ഊനമില്ലാത്ത ഈ കുഞ്ഞാടിനെ അറുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കാം, അവനിൽ കുറ്റമില്ല, അവൻ സകല മനുഷ്യർക്കും വേണ്ടി അറുക്കപ്പെടേണ്ട കുഞ്ഞാടാണ്. അവരറിഞ്ഞോ അറിയാതെയോ അവർ എന്ത് ചെയ്തു? അലറി വിളിച്ചു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, അവനിൽ കുറ്റമില്ല. മതപുരോഹിതന്മാർ പറഞ്ഞു, അവനിൽ കുറ്റമില്ല, പാപമില്ല, അവൻ ഊനമില്ലാത്ത കുഞ്ഞാടാണ്. അങ്ങനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അറുക്കപ്പെടുവാനിടയായി തീർന്നു. ഊനമില്ലാത്ത കുഞ്ഞാട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എബ്രായ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. 7-ാം അധ്യായം 26-ാമത്തെ വാക്യം. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപത്തോട് വേർപെട്ടവൻ, പാപത്തെ അറിയാത്തവൻ, അവന്റെ വിശുദ്ധിയെ എന്ത് ചെയ്യുകയാണ്? അപ്പോസ്തലനായ പൗലോസ്ലീഹ എടുത്തു പറയുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കപ്പെടുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? പുരോഹിതന്മാർ പരിശോധിച്ച് ഊനമില്ലെന്ന് വിധിക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിനെ മതപുരോഹിതന്മാർ എന്ത് ചെയ്തു? പരിശോധിച്ചു. ഊനം കണ്ടെത്താൻ കഴിഞ്ഞില്ല, കുറവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ ഊനമില്ലാത്തവനായിരുന്നു. രാഷ്ട്രീയക്കാരൻ വിധിച്ചു. അന്നത്തെ രാജാവ് എന്ത് ചെയ്തു? അവനെ പരിശോധിച്ചു. ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇവനിൽ പാപമില്ല. പാപമില്ല എങ്കിൽ അവനെ ക്രൂശിക്ക്. എന്തിനാണ്? എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ. അങ്ങനെ പാപമില്ലാത്ത യേശുവിനെ ക്രൂശിച്ചു. ഊനമില്ലാത്ത കുഞ്ഞാടിനെ ക്രൂശിച്ചതുപോലെ ഊനമില്ലാത്ത യേശുവിനെയും നമുക്ക് വേണ്ടി ക്രൂശിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെ ഏറ്റെടുക്കുക, നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. അവൻ പാപമില്ലാത്തവൻ.
ആ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഊനമുള്ളവനായിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവനെ ക്രൂശിച്ചത് അവൻ ഊനമില്ലാത്ത കുഞ്ഞാടായതുകൊണ്ടാണ്. എന്തിനു വേണ്ടി? ലോകത്തെ രക്ഷിക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ. ഈ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കരസ്ഥമാക്കിയില്ലെങ്കിൽ ഇന്ന് അതിനുള്ള സമയമാണ്. അതിനുവേണ്ടി ഏൽപ്പിക്കുക. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ രാത്രിയിൽ തിരുവചനം സംസാരിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. ഈ വചന കേട്ട ഓരോ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ രക്ഷയുടെ ആ ഭാഗവാക്കാകുവാൻ ഓരോ വ്യക്തികളും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.